ഒരു ഹൈമാവതി കൃഷിയുള്ള വീട്ടിൽ അതാ ഇനിയിപ്പം സംഭവമെന്ന് വെച്ചാൽ നമുക്കൊരു പാവക്ക ചെയ്യാൻ മേടിച്ച് ഒരു പാക്കറ്റ് കുരു കൊണ്ടുവന്നിന് ഞാൻ ഇന്ന് അത് നമുക്കൊന്ന് നട്ടു നോക്കാമല്ലോ. ഇത് പിന്നെ എന്നിട്ട് അതൊന്ന് നട്ടു നോക്കാമല്ലോ. ഞാൻ എന്തെല്ലാന്ന് ചേർക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ അതിൻ്റെ അടിയിൽ ഞാനൊരു ചകരിത്തുണ്ട് വെച്ചു. ഇതേപോലത്തെ ഒരു ചകരിത്തുണ്ട് വെക്കും. അതെന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ മഴ ആയതുകൊണ്ട് നമുക്കിപ്പം ശീതകാല പച്ചക്കറിക്കുള്ള നടാനായി ചിങ്ങൊന്നും ഇതിൽ നമുക്ക് നടാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇത്. ഞാനിപ്പം കരിയില എല്ലാം വാരിയിട്ട് ഈ കപ്പത്തോല് കണ്ടാ, ഈ കപ്പത്തോല് കരിയില ഇതെല്ലാം കൂടിയാണ് ഞാനിപ്പോൾ ഇവിടെ വാരിയിട്ട് കണ്ട. കരിയിലുണ്ട്, ഇതിൽ കപ്പത്തോലുണ്ട്, എല്ലാം ഉണ്ട്. ഇതെല്ലാം കൂടി ഞാനിപ്പോൾ ഇതിൽ വാരിയിട്ടു ഉണ്ടല്ലേ. ഇതേപോലെ ഇതിൽ വാരിയിട്ട് ഞാനിപ്പോൾ സീമക്കൊന്നേരെ തോലിട്ടെ. ഈ സീമക്കൊന്നേരെ തോലിട്ടാൽ നല്ല തോലും വളവാണ്. അത് മാത്രമല്ല കപ്പത്തോലും എല്ലാം ഇടാൻ കഴിയും. നമുക്ക് എന്തും ഇട്ട് കൊടുക്കാൻ കഴിയും. എന്തെന്ന് ഇട്ട് കൊടുത്താലും അവർക്ക് നല്ല വളമായിട്ട് കിട്ടും. നമ്മൾ കുറച്ച് ദിവസം കുറേ കഴിയുമ്പം അത് നോക്കിയാൽ അതെല്ലാം അമിഞ്ഞിട്ട് വളമായിട്ടുണ്ടാവും. അതുകൊണ്ട് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ചേരി വരെ കുറച്ച് കഴിയുമ്പോൾ ഒരു 2-3 മാസം കഴിയുമ്പോഴേക്ക് അത് അമിഞ്ഞിട്ട് വളമായിട്ടുണ്ടാവും. ഇതിപ്പോൾ കണ്ടല്ലോ. ഇനിയിപ്പോൾ ഇതിനകത്ത് ഞാനിത് വാരി നിറക്കട്ടെ. ഇതാ ഇതിപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുള്ള ഇതിൻ്റെ അത് വാരി നിറക്കാൻ ഞങ്ങൾക്ക് ഒരു കൈക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒരു കൈ കൊണ്ടാണ് വാരി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ മേലോട്ടിടാത്. കണ്ടല്ലോ. ഇതുപോലെ എന്താ വേണ്ട വെച്ചാൽ ഇതിനകത്ത് നിറച്ചും വാരി നിറച്ച് നമുക്ക് നട്ടു കൊടുക്കാമല്ലോ. പാവക്ക കൈപ്പക്കാന്നാണ് ഞങ്ങളെല്ലാം ഇവിടെ പറയാം. നിങ്ങളെല്ലാം എന്താ പറയുന്നതെന്ന് അറിയാൻ കഴിയും. ഞാനിപ്പോൾ അതിനടുക്ക് ഞാൻ പറയാം എല്ലാവരോടും പറയാമെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും വീഡിയോ കാണുക. പരസ്പരം വീഡിയോ കണ്ടാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ആരും ലോങ് വീഡിയോ കാണില്ല. ഇനിയിപ്പം പല അപ്ഡേറ്റും വരുന്നുണ്ട്. ഈ ലോങ് വീഡിയോ ഇടാതെ കൊണ്ട് നിൽക്കുന്നവർക്കൊന്നും ഒന്നും ഒരു കാര്യം ഉണ്ടാവില്ല. അത് വെറുതെ വേസ്റ്റ് ആക്കലാന്ന്. അതുകൊണ്ട് എല്ലാവരും ചെയ്യേണ്ട പോലെ ചെയ്തു കഴിഞ്ഞാൽ അവർക്കത് നല്ല ഗുണത്തിൽ തന്നെ കിട്ടും. ഇത് പീരാത്ത എന്തല്ല ഈ പോട്ടി മിശ്രത്തിലാക്കിയെന്ന് വെച്ചാൽ പിന്നെ എല്ലുപൊടി, ആട്ടും വളം, പിന്നെ വേപ്പും പിണ്ണാക്ക്, ഇതെല്ലാം വേപ്പും പിണ്ണാക്ക്, കമ്പോസ്റ്റ് വളം, ഇതെല്ലാം കൂടിയ ഞാനിപ്പോൾ ഇതോടെ ആക്കിയിട്ടില്ല. ചകരിച്ചോറ്. ഇനിയിപ്പം ഞാൻ ഈ ഒരു കറിയും കൂടി നട്ടേ. ഈ നട്ട് കൊടുക്കട്ടെ. ഈ നട്ട് കൊടുത്തിട്ടാകുമ്പോൾ മറ്റേ അത് നടാം ഉണ്ടല്ലേ. അത്രേ കുരുവുള്ളൂ. ഒരുപാട് പൈസയായി. ഇനി ഒരു കുരുവിന് 6-7 റുപ്യ അങ്ങോട്ട് ഉണ്ട്. പക്ഷെ പൊടിച്ച് കിട്ടിയെങ്കിൽ പ്രശ്നമില്ല. എന്നാലും വല്ലാതെ പൈസയാണ് ഇപ്പം. വിത്തിന് വരെ പൈസയാണ് അധികം കൂടുതൽ. ബാക്കിയൊന്നും അങ്ങനെയില്ല. ഇതിപ്പോൾ ഞാൻ 3 എണ്ണം അതിൽ നട്ടിട്ടുള്ളത്. ഇത് വലിയ ബാഗാണ് കണ്ടില്ലേ. ഇതേപോലെ 3 എണ്ണം ഞാനിപ്പോൾ ഇവിടെ നട്ടു. ഇതിവിടെ വെക്കട്ടെ. അതവിടെ വന്നോട്ട്. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇത് 2 എണ്ണം ഇവിടെ നട്ട് വെച്ചു. ഇനിയിപ്പോൾ ഒന്നും കൂടി നടാനുണ്ട്. അത് ഞാനിപ്പോൾ ഇവിടെ ഇതിനകത്ത് എടുക്കട്ടെ. ഇതിനകത്ത് ആദ്യം ചകരിത്തൊണ്ട് എടുത്ത് വെക്കട്ടെ. ചകരിത്തൊണ്ട് ആദ്യം ചകരിത്തൊണ്ടാന്ന് എടുത്ത് വെക്കുന്നത്. ഈ ചകരിത്തൊണ്ട് വെച്ചാൽ നമ്മൾ വെള്ളം ചീഞ്ഞിട്ട് കെട്ടുപോകും. വെള്ളം അടിയിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വേര് വേഗം പഴുപ്പ് വന്ന് ഉണങ്ങിയിട്ട് ചീഞ്ഞ് പോവും. അതിന് വേണ്ടിയിട്ടാണ് ഈ ചകരിത്തൊണ്ട് ഇങ്ങനെ വെക്കുന്നത്. അതൊന്നും ആരും വെക്കലില്ല. ഞാനിപ്പോൾ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തോണ്ട് ഇപ്പോൾ എല്ലാവരും വെച്ച് തുടങ്ങിയിപ്പോൾ. അതുകൊണ്ട് ഇതൊന്നും ഇതിനെപ്പറ്റിയുള്ള ട്രിക്കെല്ലാം നമ്മൾ സ്വയം കണ്ടെത്തേണ്ടതാണ്. മറ്റൊരാൾ പറഞ്ഞിട്ടല്ല നമ്മളിതൊന്നും അറിയേണ്ടത് ഇല്ല. ഇതിപ്പോൾ ഞാനിവിടെ ഈ കരിയിൽ ഈ കപ്പത്തോല് കണ്ടില്ലേ. ഇതാ ഈ കപ്പേൻ്റെ തോല് നമ്മൾ കപ്പ വെക്കാൻ വേണ്ടി എടുത്ത തോലായത് കേട്ടോ. തോലും കരിയിലും എല്ലാം കൂടി കണ്ടാ. ഇതെല്ലാം കൂടിയാണ് ഞാനിപ്പം ഇതിൻ്റെ അകത്ത് നിറക്കുന്നത്. എല്ലാം നമുക്ക് അപ്പോൾ എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ ചേർത്ത് കൊടുത്താലെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ചകിരിച്ചോറ് പൈസ മുടക്ക് വരില്ല. അല്ലെങ്കിൽ ഒരുപാട് പൈസ മുടക്ക് വരും. അതാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് സീമക്കൊന്ന വാരി നിറക്കട്ടെ. ഇത്രയേ ഉള്ളൂ നടാൻ. സീമക്കൊന്ന കണ്ടില്ലേ. ഇതേപോലെ സീമക്കൊന്ന വാരി നിറക്കുക. ഉണ്ടല്ലോ. ഇതേപോലെ വാരി നിറക്കുക. ഇനി ഇതിൻ്റെ അകത്ത് ഈ ചകിരിച്ചോറും പിന്നെ ഇതെല്ലാം ആക്കിയിട്ട് പോട്ടി മിക്സ് വെച്ചതാണ്. പിന്നെ കുമ്മായം, ചകിരിച്ചോറ് എല്ലാം കൂടി ഇട്ടിട്ട് ഇതെല്ലാം ഇട്ട് ചേർത്താൽ മാത്രമേ നമുക്ക് കൃഷി നന്നാവൂലൂ. അല്ലാതെ നമ്മൾ വെറുതെ നട്ടാൽ അതിൻ്റെ പാകത്തിന് വീടുമ്പോൾ തന്നെ ചേർക്കുകയും വേണം. ആട്ടുംവളം ഉണ്ട്. ആട്ടുംവളം ഇട്ടാൽ അസ്സലാന്ന്. പച്ചക്കറിക്ക് നല്ലോണം കായ് എടുത്തുണ്ടാവും.
നല്ല ചെടി നന്നാവുകയും ചെയ്യും, നല്ല ഉഷാറാവുകയും ചെയ്യും. ആട്ടുമ്പളം അസലാണ്. അതിപ്പം ഞാനിപ്പം അതുകൊണ്ട് ഞാൻ ആട്ടുമ്പളം കൃത്യമായിട്ട് വാങ്ങുന്നത്. ആട്ടുമ്പളത്തുകൊണ്ട് നല്ല ഗുണമുണ്ട്, കായ് ഫലമുണ്ട്. ഞാൻ ഇന്നലെ ഇപ്പം വിളവെടുത്തു. നല്ല വലിയ കക്കിരിക്ക, നല്ല ഉഷാറുണ്ട്, നല്ല വളർച്ചയുണ്ട്. ഇപ്പം കണ്ടില്ലേ, ഇതേപോലെ ഞാനിപ്പം ഇതിവിടെ ഒന്ന് നട്ടു കൊടുക്കട്ടെ. ഇവിടെ 2 എണ്ണേ ഇതുള്ളൂ, 3 എണ്ണം പൊടിയുള്ളത് കണ്ടില്ലേ, ഇതേപോലെയാണ് ഉള്ളത്. ഇത് നമുക്കൊന്ന് നട്ടു കൊടുക്കാം, അത്രേ വേണ്ടു. ഇനിയിപ്പം ഇത് 3 തറ ഞാനിപ്പോൾ ഇവിടെ നട്ടിട്ടുണ്ട്. ഇപ്പം കണ്ടല്ലോ, എന്താ ഇത് കണ്ട. എല്ലാവരും എന്താ വേണ്ടത് വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. എല്ലാവരും ഹൈപ്പ് അടിക്കുന്നില്ല, ആരും ഇപ്പം മുമ്പത്തെ പോലെ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നത് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. കണ്ടില്ലേ, ഇതാണ് 3 എണ്ണം ഞാൻ നട്ടത്. സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. പിന്നെ എന്താ വേണ്ടത് വെച്ചാൽ എല്ലാവരും പിന്നെ പരസ്പരം കാണുക. വീഡിയോ കാണാതിരുന്നാൽ നമുക്കിത് വിടാനും നമുക്കിത് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഇതിനെക്കൊണ്ട് മെച്ചമുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളിത് ഉപേക്ഷിക്കാം വിചാരിക്കും. എനിക്ക് അങ്ങനെ മടുപ്പ് വന്നു തുടങ്ങി. എന്താ വെച്ചാൽ ആരും കാണുന്നില്ല, അങ്ങനെ ഒരു ബുദ്ധിമുട്ട്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എടുത്തിരുന്നു, ഇതിന് ഒരുപാട് പൈസയും മുടക്ക് മുതലുണ്ട്. ഇതെല്ലാം കൂടി ആക്കിയിട്ട് എടുത്തിട്ട് ഇട്ട് കൊടുത്താലും ഒരാൾ കാണുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എല്ലാവരും കണ്ട് സപ്പോർട്ട് തരുമെന്ന് എനിക്ക് പറയാൻ. ലൈക്ക് അടിക്കുക, ആരും ഹൈപ്പും അടിക്കുന്നില്ല. ഹൈപ്പ് അടിച്ചിട്ടുണ്ടെങ്കിലല്ലേ നമുക്ക് കിട്ടൂലൂ. ആരും അടിക്കുന്നില്ല. 2-3 ആളെ അടിക്കും, സ്ഥിരമായിട്ട് അടിക്കുന്നവരടിക്കും, മറ്റാരും അടിക്കില്ല. ഇനിയിപ്പോൾ അത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർ. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.